morning devotion. I'm forever yours. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. നമ്മൾ വാഗ്ദത്ത പ്രകാരം ജനിച്ച സന്തതികൾ. നമുക്ക് ഈ കർത്താവിനോടുള്ള ബന്ധത്തിൽ 3 തരം പദവിയെ കാണാൻ പറ്റും: ശിശുക്കൾ, മക്കൾ, സന്തതികൾ. കർത്താവില് ജനിച്ചവർ മക്കളെ, ശിശുക്കളും മക്കൾ തന്നെയാണ്. എന്നാൽ ആ ശിശു പ്രായപൂർത്തിയായി വളരുന്ന ആ ഒരു തലമുണ്ട്, അതിന്റെ മക്കളെന്നും മക്കളല്ലേ, ശിശുക്കൾ മക്കളായി മാറും. എന്നാൽ ആ മക്കളിൽ തന്നെ ചിലരെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ പിതാവിന്റെ അതേ സ്വഭാവവും മഹത്വവും പിതാവിന്റെ അതേ ദർശനവും ചുമക്കുന്നത്. അവരെ വചനത്തിൽ പറയുന്നത് സന്തതി എന്ന വാക്ക്, അതായത് ചൈൽഡ്, സൺ, സീഡ്, ഈ 3 പദത്തെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിനകത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് വചനത്തിൽ പറയുന്നത്, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നത് യേശു സന്തതി എന്ന്. എന്നാൽ അതേ അധ്യായത്തിൽ തന്നെ അതിന്റെ അവസാന വാക്യത്തിൽ പറയുന്ന അബ്രഹാം, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിൽ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്. അപ്പൊ സന്തതികളാണ് വാഗ്ദത്തത്തിന് അവകാശം, സന്തതിയാണ് അധികാരത്തെ ചുമക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൽ വീണ്ടും ജനിച്ച നിങ്ങൾ, വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവകാശ ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയോടെ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ ശിശുക്കളായിട്ടും യേശുവിനെ വിശ്വസിക്കുന്നവരെ മക്കളായിട്ടും, എന്നാൽ യേശുവിന് വേണ്ടി നിൽക്കുന്നവർ, യേശുവിന്റെ നാമത്തെയും അധികാരത്തെയും ഉപയോഗിക്കുന്ന ആമേൻ, ആ യഥാർത്ഥ ആ മഹത്വത്തെ തിരിച്ചറിഞ്ഞു നിൽക്കുന്നവരെ സന്തതി എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ ശിശുവായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, മക്കളെന്ന അവസ്ഥയിൽ നിന്ന് സന്തതി എന്ന അവസ്ഥയിലേക്ക്, അതായത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരാണ്. പ്രതികൂലങ്ങളെ ഭയപ്പെടാതെ, പ്രതിസന്ധികളുടെ മുമ്പിൽ പതറിപ്പോകാതെ, വിളിച്ചവൻ വിശ്വസ്തനാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ, അഭിമുഖീകരിക്കാൻ, ജയാളികളെ വാഴാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.